കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരത്ത് വളരെ ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടക്കുകയാണ്. തങ്ങളുടെ എ ക്ലാസ് മണ്ഡലമായ ഇവിടം ഇത്തവണയെങ്കിലും പിടിച്ചടക്കണമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് BJP. അതിനായി കേന്ദ്രത്തിൻ്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ വിജയം ഉറപ്പിച്ച ആത്മവിശ്വാസം അവർക്കുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സുരേന്ദ്രൻ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയതും അണിയറ പ്രവർത്തനങ്ങൾ തുടങ്ങിയതും. എന്നാൽ പാർട്ടി സുരേന്ദ്രനെ ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുമോ എന്ന കാര്യം ഉറപ്പില്ല. 2011 മുതൽ 3 തവണ സുരേന്ദ്രൻ മത്സരിച്ച് തോറ്റ മണ്ഡലമാണ് മഞ്ചേശ്വരം. വെറും 745 വോട്ടിനാണ് ഇവിടെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. മുസ്ലിം ലീഗിൻ്റെ AKM അഷ്റഫാണ് ഇവിടെ നിന്നും 65,758 വോട്ടുകൾ നേടി വിജയിച്ചത്. അന്ന് AKM അഷ്റഫ് സ്ഥലത്തെ മുസ്ലിം ലീഗുകാർക്ക് മാത്രം പരിചിതനായ ഒരു നേതാവായിരുന്നെങ്കിൽ ഇന്ന് അതല്ല. അദ്ദേഹം മുസ്ലിം ലീഗുകാർക്കും UDFകാർക്കും മാത്രമല്ല, പൊതുവെ മഞ്ചേശ്വരക്കാർക്കിടയിൽ ജനസമ്മതനായ ഒരു നേതാവായി മാറി. അവരുടെ പ്രിയപ്പെട്ട MLA, മണ്ഡലക്കാരുടെ ഏതൊരു കാര്യത്തിലും അവരോടൊപ്പം നിൽക്കുന്ന MLA, കേരളത്തിലെ ഏറ്റവും ജനസമ്മതരായ MLAമാരിൽ ഒരാൾ. പക്ഷേ അവിടെ മുസ്ലിം ലീഗിൻ്റെ അടുത്ത സ്ഥാനാർത്ഥി അഷ്റഫ് തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. KM ഷാജിയും കലക്ടർ മായിനാജിയും ഒക്കെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം നേടിയവരാണ്. ഇതിൽ ആര് വരുമെന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അഷ്റഫിന് തന്നെയാണ് സാധ്യത. ഇവിടെ രണ്ടാം അംഗത്തിനിറങ്ങുന്നത് AKM അഷ്റഫ് ആണെങ്കിൽ പഴയ പോലെയല്ല. അദ്ദേഹം ഇപ്പോൾ കൂടുതൽ കരുത്തനാണ്. ആ കരുതലോടെ തന്നെയാണ് BJP അഷ്റഫിനെ നേരിടാൻ ഒരുങ്ങുന്നതും. അഷ്റഫിൻ്റെ ജനസമിതിയെ ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ഏതെങ്കിലും വിധത്തിൽ ഇടിച്ചു താഴ്ത്താനാവുമോ എന്നാണ് അവർ ആദ്യമായി ആലോചിച്ചത്. അതിന് ഒരു സാധ്യതയും കാണാനാണ് ഇപ്പോൾ പുതിയൊരു തന്ത്രം അവിടെ പ്രയോഗിക്കാൻ ഇരിക്കുന്നത്. അതിന് ഇടതുപക്ഷത്തിൻ്റെ സഹായം അവർക്ക് ആവശ്യമാണ് എന്നല്ല, അനിവാര്യമാണ്. അത് കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സുരേന്ദ്രനും BJPയും. അതിനുള്ള പുതിയ ഫോർമുല ഇതാണ്. മഞ്ചേശ്വരത്ത് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കും. ഇതൊരു ഊഹാപോഹമല്ല. തന്നോട് ഇടതുപക്ഷം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്ന് ഷാനവാസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2020 വരെ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവായിരുന്ന ഷാനവാസ് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായിരുന്നു. അദ്ദേഹം പിന്നീട് കോൺഗ്രസിനോട് ഇടയുകയായിരുന്നു. പിന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ചെങ്കളയിൽ ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ചത്. ഈ ഒരു കണക്കുകൂട്ടലാണ് പിണറായിയെയും BJPയെയും ഷാനവാസിലേക്ക് എത്തിച്ചത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കൊട്ടും പ്രതീക്ഷയില്ലാത്ത മണ്ഡലമാണ്. 2006 CH കുഞ്ഞമ്പു വിജയിച്ച മണ്ഡലമാണ് ഇതെന്നൊക്കെ പഴങ്കഥയാണ്. അതിന് കാരണം ചെർക്കളം അബ്ദുള്ളയോട് അന്ന് മുസ്ലിം ലീഗിലെ തന്നെ ചിലർക്കുണ്ടായ മടുപ്പുമാണെന്ന് ഓർക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ LDF അവിടെ UDFനും BJPക്കും ഏറെ പുറകിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 40,639 വോട്ടുകൾ മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അതായത് വെറും 23.57%. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അത് പിന്നെയും കുറഞ്ഞ് 30,748 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞതോടെ അത് തീർത്തും വ്യക്തവുമായി. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 9 പഞ്ചായത്തും UDFനാണ് ലഭിച്ചത്. അപ്പോൾ പ്രതീക്ഷയൊട്ടുമില്ലാത്ത ഈ മണ്ഡലത്തിൽ BJPയെ വിജയിപ്പിച്ച് നീക്കുപോക്ക് നടത്തുക എന്നതാണ് പിണറായി BJP തന്ത്രം. അങ്ങനെ കേരളത്തിലുടനീളം ഒരു രഹസ്യ കൂട്ടുകെട്ടിലൂടെ തുടർഭരണം സ്ഥാപിക്കുക എന്നതും ലക്ഷ്യമാണ്. അതിനാണ് ഷാനവാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെയും UDFന് കിട്ടാനിരിക്കുന്ന ചില മുസ്ലിം വിഭാഗങ്ങളുടെയും വോട്ട് ഷാനവാസിന് കിട്ടും എന്ന കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് നേതാവും സ്ഥലത്തെ പ്രമാണിയുമായിരുന്ന കുഞ്ഞാമുച്ച എന്ന പാതൂർ കുഞ്ഞാമുഹാജിയുടെ മകനാണ് ഷാനവാസ്. ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റും DCC ഖജാൻജിയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷനുമൊക്കെ ആയിരുന്ന കുഞ്ഞാമുച്ച ഏറെ ജനകീയനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയ്ക്ക് മുസ്ലിങ്ങൾക്കിടയിലും കോൺഗ്രസ്സുകാർക്കിടയിലും നല്ല സ്വാധീനം ഷാനവാസിനുണ്ട്. അദ്ദേഹം മത്സരിക്കാനിറങ്ങിയാൽ പല കോൺഗ്രസ് വോട്ടുകളും തിരിച്ചുകുത്തും. മുസ്ലിം ലീഗിനെ അല്ലാതെ BJPയെ വിജയിപ്പിക്കാൻ രഹസ്യമായി ആഗ്രഹിക്കുന്ന ചില കോൺഗ്രസ് അനുഭാവികളും അവിടെയുണ്ട്. അവരുടെ വോട്ടും ഷാനവാസിന് കിട്ടും. അങ്ങനെ നടക്കുന്ന ശക്തമായ ത്രികോണ പോരാട്ടത്തിലൂടെ BJPക്ക് മണ്ഡലം പിടിക്കാനുമാവും. മഞ്ചേശ്വരത്തെ ഈ നീക്കത്തെ ഘടകകക്ഷിയിലെ പല നേതാക്കളും എതിർക്കും, അക്കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഘടകകക്ഷിയായ CPI അവർക്ക് തലവേദനയാകും. ഇപ്പോൾ തന്നെ CPI ഇടതുപക്ഷത്തിനല്ല, പിണറായിക്കൊരു തലവേദനയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതും
തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ പിടിച്ചതുമെല്ലാം പിണറായി വിജയൻ്റെ BJPയുമായുള്ള ഒത്തുകളിയാണെന്ന് CPI ബലമായി സംശയിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, പാർട്ടി യോഗങ്ങളിലും അത് ചർച്ചയായിട്ടുണ്ട്. കടുത്ത എതിർപ്പുമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാനാവുമെന്നാണ് പിണറായിയും പാർട്ടിയും ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതായാലും ഇവിടെ ഷാനവാസ് പാദൂരാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഇത്തവണ BJP ഇടതുപക്ഷം എന്ന് പറയാനാവില്ല. BJP പിണറായി രഹസ്യ ബാന്ധവമുണ്ട് എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എങ്ങനെയും മുഖ്യമന്ത്രിയായി മരിക്കുക എന്ന പിണറായിയുടെ ഈ ദുരാഗ്രഹം ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും എന്നുറപ്പാണ്. അതിൻ്റെ ആത്യന്തികമായ നഷ്ടം പാർട്ടിക്കും കേരള ജനതയ്ക്കുമാണെന്ന് പിണറായി സർക്കാരല്ല, യഥാർത്ഥ CPMകാരെങ്കിലും കരുതിയിരിക്കണം.